പ്രകൃതി അതിൻ്റെ വർണ്ണലിപികളാൽ എഴുതിയ സുന്ദര ഭൂമിയാണ് കേരളം. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല ലോക ശ്രദ്ധയിലാണെന്നതിലും തർക്കമില്ല. ആ ഭൂമിയിൽ ലോകോത്തരമായ ആതിഥ്യ കേന്ദ്രങ്ങൾ ഉയർത്തി കേരളത്തിലേക്കുള്ള സഞ്ചാരത്തെ ആകർഷകമാക്കിയ വ്യക്തിത്വത്തിന് ഉടമയാണ് NK മുഹമ്മദ് എന്ന ദിഷണാശാലി. അദ്ദേഹം രൂപം നൽകിയ കോഴിക്കോട് കടവ് റിസോർട്ട് മുതൽ വയനാടിലെ വൈത്തിരി വില്ലേജ് വരെ ഈ കമനീയ ശ്രേണിയിൽപ്പെടുന്നു. എന്നു മാത്രമല്ല, ടൂറിസം മേഖലയിലെ അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയുടെ വികസന ചരിത്രത്തിലെ മാറ്റി നിർത്തപ്പെടാനാവാത്ത സാന്നിധ്യമായി NK മുഹമ്മദ് എന്ന എഞ്ചിനീയറും സംരംഭകനും മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമാണെന്നത് കാലം തെളിയിച്ച കാര്യമാണ്. അപ്രതീക്ഷിത ദുരന്തത്തിൽ വയനാട് പകച്ചു നിൽക്കുമ്പോഴും ഈ നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും ടൂറിസം വളർച്ചയ്ക്കും കരുതലോടെ യത്നിക്കുകയാണ് പ്രായത്തെ മറന്ന് NK മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര പുതിയ തലമുറയ്ക്ക് പാഠമാകുമ്പോൾ അതേക്കുറിച്ച് പറയുകയാണിവിടെ 2 ഭാഗങ്ങളിലായി. കടവ് കടന്ന് ചുരം കയറിയെത്തിയ വൈത്തിരി വിജയം. വയനാടിൻ്റെ വശ്യതയിലേക്ക് ചുരം കയറി എത്തുകയാണ് വാഹനങ്ങൾ. കോഴിക്കോട് നിന്ന് കൊടുവള്ളി വഴി താമരശ്ശേരി ചുരം കയറി എത്തുമ്പോഴേക്കും പ്രകൃതിയുടെ കമനീയത തെളിഞ്ഞു കാണാം. കോടമഞ്ഞു മാറി തളിരില ചാർത്ത് മൂടിയ വന്യമായ സൗന്ദര്യം. ദുരന്ത ദിനങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വിലക്കുകൾ നീങ്ങിയപ്പോഴേക്കും വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ അത്രമാത്രം സ്വാധീനമാണ് വയനാടെന്ന മനോഹാരിതയ്ക്ക്. ചുരം കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് വൈത്തിരി ഗ്രാമത്തിലേക്കാണ്. ഇവിടെയാണ് ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് 10,000-കണക്കിന് സഞ്ചാരികൾക്ക് കമനീയമായ കാനന ഭംഗിയൊരുക്കി തലയെടുപ്പോടെ നിൽക്കുന്ന ആതിഥ്യഗേഹം വൈത്തിരി വില്ലേജ്. കേരള ടൂറിസം ഭൂപടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സഞ്ചാരമഹിമ പകർന്ന ഇടത്താവളം. അതെ, NK മുഹമ്മദ് എന്ന ദിഷണാശാലിയായ എഞ്ചിനീയർ ദീർഘവീക്ഷണത്തോടെ രൂപം കൊടുത്ത വൈത്തിരി വില്ലേജ്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ NK മുഹമ്മദ് 80ന്റെ ചുറുചുറുക്കിലും കാര്യഗൗരവമായ ജോലി തിരക്കിലാണ്. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി സേവന മേഖലയിൽ അസംഖ്യം പ്രോജക്റ്റുകളുമായി മല്ലിടുമ്പോഴും വൈത്തിരി എന്ന തൻ്റെ മാസ്റ്റർ പീസിനോട് പ്രത്യേക മമതയാണ് ഈ ടൂറിസം സംരംഭകന്. വിവിധ സംരംഭങ്ങളിൽ കൈവച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിയ മുഹമ്മദ് ദുരിതസഞ്ചാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും പാത പിന്നിട്ടാണ് വിജയത്തിൻ്റെ കടവിലേക്കെത്തിയത്. ഇപ്പോഴും ഒരു നാട്ടിൽ നിന്നും മറ്റൊരു തട്ടകത്തിലേക്ക് പ്രതിദിന സഞ്ചാരവും യാത്രയുമൊക്കെയായി തൻ്റെ ജീവിതത്തിൻ്റെ സജീവത നിലനിർത്തുന്ന അദ്ദേഹം പിന്നിട്ട വഴികളെക്കുറിച്ച് പറയുമ്പോൾ വാചാലനാകുന്നു. പ്രത്യേകിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ. കുട്ടിക്കാലത്തല്ലേ ഓർമ്മ ഉണ്ടാവുക. കുട്ടിക്കാലത്ത് ഇപ്പത്തേലും ഓർമ്മ കുട്ടിക്കാലത്തെ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ വയസ്സാകും തോറും. കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ എന്ന് വെച്ചാൽ പറയാൻ ഒരുപാട് പറയാനുണ്ട്. കൊടുങ്ങല്ലൂരായിരിക്കുമ്പോൾ ഞാൻ 4 സ്കൂൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് പേര് കേട്ടു, അവിടെ കുറിച്ചക്കാട് കാണിച്ചു, പിന്നെ അടുത്ത സ്കൂളിൽ കൊണ്ടുപോകും. പിന്നെ അവസാനം ഞാൻ വന്ന് 2ാം ക്ലാസ്സിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു ചെറിയ സ്കൂളുണ്ടായിരുന്നു. അവിടെ LP സ്കൂളിൽ കഴിഞ്ഞ് പിന്നെ കൽപ്പറമ്പ് ഹൈസ്കൂൾ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയിരുന്നു, അവിടെയും പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വെറും കളിക്കുക, ഫുട്ബോൾ, ഓടുക. ഞാൻ ഓട്ടക്കാരനായിരുന്നു.
അതാ എൻ്റെ ഹോബി ഓട്ടമായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് കോളേജിൽ. കോളേജിലും ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഓട്ടക്കാരൻ തന്നെയായിരുന്നു. കൊടുങ്ങല്ലൂർ മതിലകത്ത് ജനിച്ച് ഇരിങ്ങാലക്കുടയിൽ വളർന്ന മുഹമ്മദ് പത്തായങ്ങൾ നിറഞ്ഞ നമ്പിപ്പൊന്നിലത്ത് തറവാട്ടിലെ ആഡംബര വീട്ടിലായിരുന്നു ജീവിതയാത്ര തുടങ്ങിയത്. കുസൃതി കൊടുങ്കാറ്റ് വീഴ്ത്തിയ ബാല്യകാലം. സ്കൂളുകളിൽ ചേർത്തെങ്കിലും ക്ലാസുകൾ കട്ട് ചെയ്ത് കാവിലും മരങ്ങളിലും കഴിച്ചു തീർക്കാനായിരുന്നു താല്പര്യം. പല വികൃതികളും പോണ വഴി സ്കൂളിലേക്ക് 3.5 കിലോമീറ്റർ ഉണ്ട്. ബസ്സുണ്ടായില്ലേ, അന്ന് ബസ്സുണ്ട്, പക്ഷേ ഞങ്ങൾ നടന്നാൽ പോവുള്ളൂ. അവിടെ സ്കൂളിലെത്തി. അപ്പോൾ അവിടെ നിന്ന് സ്കൂൾ വിട്ട ഒറ്റ ഓട്ടണം. സ്കൂളിൽ പോകില്ല, മിക്കവാറും സ്കൂളിൽ അറ്റൻഡൻസ് കൊടുക്കാറില്ല. ഞാൻ അവിടെ വലിയൊരു കാവുണ്ട്. ആ കാവിൻ്റെ അവിടെ ഒളിച്ചിരിക്കലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. കാവിൽ നിന്ന് ആരും കാണില്ല. കാവിലേക്ക് ആരും പക്ഷെ പാമ്പ് എന്നിട്ട് അവിടെ ആരും വരില്ല. വലിയ ഉള്ളാണ്, അവിടെ ആരും വരില്ല പേടിച്ചിട്ട്. അവിടേക്കാരും വരാറില്ല. അപ്പോൾ അവിടെ കഴിച്ചു കൂട്ടി വൈകുന്നേരം ആകുമ്പോൾ കൊടുങ്ങൂരല്ല, അത് ഇരിങ്ങാലക്കുട തന്നെയാണ്. അവിടെയാണ് ഈ വികൃതിത്തരം മുഴുവൻ നടന്നത്. ഒരു ചെറിയ 6-7 വയസ്സാകുമ്പോഴല്ലേ, 8 വയസ്സാകുമ്പോഴാണ് വികൃതി തുടങ്ങിയത്. പുതിയ കാവിലും പെരിങ്ങളത്തും തുരുത്തിക്കടവിലും സ്കൂൾ പഠനം നടത്തി. പിന്നീട് പടിയൂർ കൽപ്പറമ്പ് സ്കൂളിൽ നിന്നും 10ാം തരം പാസ്സായി. അത് കഴിഞ്ഞു അവിടുന്ന് നേരെ SSLCക്ക് നല്ല മാർക്കോടി പാസ്സായി. അവിടെ നേരെ ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ അന്ന് PG ജയന്തരനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അടുത്ത ബാച്ചിലായിരുന്നു മറ്റേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അവർ അവിടെ ക്രൈസ്റ്റ് കോളേജിൽ കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളുടെ കോളേജിൻ്റെ സൗത്ത് ഗ്യാങ്, ഈസ്റ്റ് ഗ്യാങ്, വെസ്റ്റ് ഗ്യാങ്ങിൻ്റെ തലവനായിരുന്നു ഞാൻ. ഞങ്ങളെല്ലാവരും കൂടി അടിപിടി, അപ്പം മത്സരം ഉണ്ടാവും. അപ്പോൾ യുദ്ധം, അപ്പോൾ ഞാൻ നേതൃത്വം നടക്കും. അന്ന് അടിയുണ്ടായ ഒരു കുത്തുപ്പുഴയുണ്ട് ഇതിലുണ്ട്. അപ്പോൾ കത്തിക്കൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കുത്താമെന്ന്, അപ്പോൾ ഞാൻ തടുത്തു. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയി. ക്രൈസ്റ്റ് കോളേജിൽ പഠിത്തം വളരെ സ്ട്രിക്റ്റായിരുന്നു. അതാണ് എനിക്ക് എൻ്റെ ഒരു നരക ജീവിതം. അവിടെ 6 മണി കഴിഞ്ഞാൽ പുറത്ത് പോകാൻ പാടില്ല. ഒരു ഫാദർ ഗബ്രിയേച്ചൻ അയാൾ അവിടെ ഉണ്ടായി. അയാൾ വളരെ നല്ല മനുഷ്യനാണ്. അയാൾ ഒരു ലോഹട്ടും കൂടെ വന്നല്ല ക്യാമ്പസിൽ വേറെ ആരും പുറത്തേക്ക് ഇറങ്ങില്ല, സിനിമ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അയാൾ പിന്നെ ഡിസ്മാസ് അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചതും. പക്ഷേ വളരെ നല്ല കോളേജാണ്. ക്രൈസ്റ്റ് കോളേജ് പോലെ ഇത്രയും നല്ല കോളേജ് ഞാൻ അവരെ കുറ്റം പറഞ്ഞാലും എന്താണ് വിദ്യാഭ്യാസം, ഇന്നത്തെ മാതിരി വിദ്യാഭ്യാസമല്ല ക്രൈസ്റ്റ്. അത് മെറിറ്റിനെ എടുക്കുള്ളൂ. പിന്നെ ക്രിസ്ത്യൻസിന് കോട്ടയുണ്ട്, ആ കോട്ട അവർ വെക്കും. ഇന്നത്തെ മാതിരി കൈക്കൂലിയ ഒന്നുമില്ല. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. അതും ബാപ്പയുടെ ആഗ്രഹത്തിന് വഴങ്ങിയാണെന്ന് മുഹമ്മദ് പറയുന്നു. അന്ന് +1 ഉള്ളൂ, +2 ഒന്നും ഇല്ലാതെ. +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് 5 കൊല്ലം പഠിച്ചു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയർ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ മോഹമുണ്ട്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ആൾക്കാർ വലിയ കണ്ടക്ടർമാരായിരുന്നു. തൃശ്ശൂർ റൗണ്ട് അവർ ചെയ്താണ്. തൃശ്ശൂർ റൗണ്ട് ഉണ്ടല്ലോ, അവർ ചെയ്താണ്. അത്രയും നല്ല അപ്പോൾ അവർക്ക് എഞ്ചിനീയർമാരുടെ മുന്നിൽ അവർ നിൽക്കണം കാണും, ഭയങ്കര റെസ്പെക്റ്റോട് ചെയ്യണം. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ അന്ന് കാറുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഇവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട അതും കോൺക്രീറ്റ് റോഡ് ചെയ്ത് എൻ്റെ ഫാദറിൻ്റെ ഇവരായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ബേസ് ഉണ്ട്. റോഡൊന്നും ചീത്താവല്ലൊന്നും ചെയ്തല്ല. ഇപ്പോഴും ആ റോഡിന് ചെറിയ വിള്ളലൊക്കെ ഉണ്ടെന്നല്ലാണ്ട്, പക്ഷെ വേറൊന്നും തൃശ്ശൂർ രണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ധനം പാസ്സായതുകൊണ്ട് ഞാൻ ചെന്നൈ പോയി, ചെന്നൈ പോയി അവിടെ നിന്ന് കൊച്ചാൾ അവിടെ വർക്ക് ചെയ്ത്. സിവിൽ എഞ്ചിനീയറിംഗിൽ മികച്ച വിജയം നേടിയ മുഹമ്മദ് സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ചു. തുമ്പൂർ മൊഴി ഡാം സൈറ്റായിരുന്നു ആദ്യം. അങ്ങനെ അന്നവിടെ 21ാം വയസ്സിൽ വനവാസ ജീവിതം ആരംഭിച്ചു.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തുമ്പൂർമൊഴി ഡാമിൻ്റെ സൈറ്റിലുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പച്ചൻ സിനിമയ്ക്ക് വേണ്ടി വന്നു അവിടെ, കുഞ്ചാക്കോ അപ്പച്ചൻ. അങ്ങനെ ഷൂട്ടിങ്ങിന് ഞാൻ പെർമിഷൻ കൊടുത്തു. ഒറ്റ അന്ന് വിടപുള്ളി ഒന്നുള്ളൂ, ഇറിഗേഷൻ BNR ഒന്നും, ഒറ്റ ചീഫ് എഞ്ചിനീയർ ഉണ്ടാവുള്ളൂ. ഞാനുള്ള കാലത്ത് അങ്ങനെ കുട്ടിയായ്മ സാഹിബാണ് ചീഫ് എഞ്ചിനീയറായത്. ആദ്യം തുമ്പൂർമൊഴി ട്രെയിനിങ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കണ്ണൂർ കിട്ടി. 72-ലാണ്. അതിനിടയ്ക്ക് മദ്രാസിൽ വർക്ക് ചെയ്തതാണ്. തമിഴ്നാട്ടിൽ പോയി വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് വിസ വന്നു ദുബായിൽ നിന്ന്, മസ്കത്തിൽ നിന്ന്. അപ്പം ഞാനത് പോയില്ല. ഞാൻ നേരെ ഇവിടേക്ക് വന്നു. അവിടെ പിടപ്പള്ളി ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. കണ്ണൂർ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു, RESS എന്ന് പറഞ്ഞിട്ട്, റൂറൽ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ കണ്ണൂർ ജില്ലയിലെ ബാക്ക്വേർഡ് ജില്ലയായിട്ട് കണ്ണൂർ സ്ഥലത്ത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 എഞ്ചിനീയേഴ്സും 20 അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സും കൂടി ഒന്നിച്ച് നോർത്ത് വയനാട് വരും, കാസർഗോഡ് വരും, കണ്ണൂർ വരും, എല്ലാം വരും. ഈ ജില്ലകൾ കൂടിയാണ് അന്നത്തെ ഈ കോഴിക്കോട് ജില്ല പറ്റില്ല, കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ നോർത്ത് വയനാട്, കാസർഗോഡ്, ഈ 3 ജില്ല കൂടി ആയിരുന്നു. ആ ജീവിതമാണ് ഒരുപക്ഷെ പ്രകൃതിയോടുള്ള അവാച്യമായ ഇണക്കത്തിന് കാരണമായത്. പ്രകൃതിയോടിണങ്ങിയ റിസോർട്ടുകൾ എന്ന ആശയം ഉദിച്ചതും അന്നായിരിക്കാമെന്ന് മുഹമ്മദ് പറയുന്നു. അതിന് മുമ്പ് തന്നെ ബിസിനസ് ഇറങ്ങിയായിരുന്നു. ആദ്യം തുടങ്ങി ഹോസ്പിറ്റാലിറ്റി കടവ് തുടങ്ങി. പിന്നെ RP മാളിൻ്റെ ആണ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് മൾട്ടിപ്ലക്സ് ഉണ്ടാക്കുന്നത് ഞാനാണ്. ഈ മാൾ കൺസ്ട്രക്ഷൻ കൊണ്ടാണ് ഞാനാണ് ഇന്ത്യയിൽ. അത് കോഴിക്കോട്. പിന്നെ അത് ഇത്ര 22 നിലയുള്ള ബിൽഡിങ്ങാണെന്ന് പറഞ്ഞിട്ട് അത് മറ്റേ മാസ്റ്റർ പാർട്ടിക്കാർ അതോടെ വിട്ടിട്ട് കച്ചറ ഉണ്ടാക്കി. നായരുടെ കാലത്ത് നായനാർ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ അവർക്ക് തോന്നി, പിന്നെ അവർ തന്നെ ചെയ്യാൻ തുടങ്ങി. കോഴിക്കോട് നഗരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ NK മുഹമ്മദ് എന്നും ഓർക്കുന്നത് ഈ നഗര മുഖച്ഛായ മാറ്റുന്നതിൽ താൻ വഹിച്ച പങ്കാണ്. നഗരത്തിലെ ഏറ്റവും ആദ്യത്തെ മൾട്ടിപ്ലക്സും ഹൈറൈസ് ബിൽഡിങ്ങും കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. 1993 നിർമ്മിച്ച മൾട്ടിപ്ലക്സ് ഇന്നും അദ്ദേഹം അഭിമാനത്തോടെ ഓർക്കുന്നു. ആദ്യം തുടങ്ങിയത് ഈ മൾട്ടിപ്ലക്സ് ആണ്. അത് ഈ മൾട്ടിപ്ലക്സ് 1993 തുടങ്ങിയത്. കടവ് ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഇട്ടത് ഞാനാണ്. അപ്പം ഞാനവിടെ സ്ഥലം വാങ്ങി, ഒറ്റ സ്ഥലം വാങ്ങിയത്. അങ്ങനെ സ്ഥലം വാങ്ങി, അത് പിന്നെ റോഡയിലായി. ഞാനവിടെ പണി തുടങ്ങി, ബിൽഡിംഗ് ഉണ്ടാക്കി. പിന്നീട് യാദൃശ്ചികമായി കേരളത്തിൽ ഹോസ്പിറ്റാലിറ്റി പഠനത്തിൻ്റെ സാധ്യതകൾ അറിയുവാനുള്ള അവസരം കൈവന്നു. അന്നുവരെ സംസ്ഥാനത്തില്ലാതിരുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായി മാറി. നഗരത്തിൻ്റെ ആരവങ്ങൾ മടുത്ത മുഹമ്മദ് അതിന് തിരഞ്ഞെടുത്തത് വയനാടായിരുന്നു. വയനാട് 95 കോളേജ് തുടങ്ങി. അത് നേരെ എൻ്റെ പണ്ട് ഒരു സൈമൺ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്, KV സൈമൺ. അയാൾ ബോംബെ രാജർ കാറ്ററിംഗ് കോളേജുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അയാൾ കോവളത്തെ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ കോവളത്തെ ഒരു ഷെഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കോഴിക്കോട് തുടങ്ങാൻ വേണ്ടി സ്ഥലമൊക്കെ എടുത്ത്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ വന്ന് വയനാട് കണ്ടപ്പോൾ വയനാട്ടിൽ ആ ഭംഗി കണ്ടിട്ട് അയാൾ പറഞ്ഞു ഇതാ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്തു. വളരെ നല്ല വിജയകരമായിരുന്നു. അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. അന്നൊക്കെ നോർത്ത് ഇന്ത്യൻസാണ്, ഇവർക്ക് അറിയില്ല അതെന്താ സംഭവം എന്നുള്ളത്. നമ്മൾ കാണുന്ന ഒരു 20 years ഹെഡാണ്. 25-20 കൊല്ലം കഴിയാൻ പോണ സംഗതി ഞാൻ കാണുകയാണ്. അത് പിന്നീട് ആൾക്കാർ ചിന്തിച്ച് വരുമ്പോൾ, അവരാലോചിച്ച് വരുമ്പോൾ 20 കൊല്ലം പുറകോട്ടിരിക്കും. കോളേജ് ഭംഗിയായി നിലവാരത്തിനൊത്ത് പ്രവർത്തിച്ചതോടെ ഇതേ ആശയങ്ങൾ വിദേശത്തും പ്രാവർത്തികമാക്കി. ദുബായിലേക്ക് 2004 ചേക്കേറിയ അദ്ദേഹം അവിടെ നിന്നുണ്ടാക്കിയ സമ്പാദ്യം വീണ്ടും വയനാടിൽ നിക്ഷേപിക്കുവാൻ പദ്ധതിയിട്ടു. അങ്ങനെയാണ് വൈത്തിരിയിലേക്ക് എത്തുന്നത്. വനവും വന്യതയുടെ ശബ്ദവുമെല്ലാം മനസ്സിൻ്റെ കോണിൽ സ്വരുക്കൂട്ടിയിരുന്ന മുഹമ്മദ് വയനാട്ടിൽ സ്ഥലം അന്വേഷിച്ചിറങ്ങിയപ്പോൾ കണ്ടത് വൈത്തിരിയിലെ ഈ ആൽമരമാണ്. ഒപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന അനവധി
കാട്ടുമരങ്ങളും. അത്തൻ്റെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് എപ്പോഴും ആൽമരം കണ്ട എനിക്ക് അവിടെ വരും. ഞങ്ങളെ വീടൊക്കെ കാഞ്ഞിരന്തറ എന്നാണ് പറയുക. പണ്ട് ഞങ്ങളുടെ തറവാടൊക്കെ അവിടെയായിരുന്നു, കാഞ്ഞിരന്തറ. ഈ ആൽമരം അവിടെ വലിയ ചുറ്റുവരുന്ന ആൾക്കാരൊക്കെ സ്വല്ലടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കാഞ്ഞിരന്തറ എന്ന് പറഞ്ഞാൽ വീട്ടും വരെ ഉണ്ടത്. ആ കാഞ്ഞിരന്തറ വേറെയുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്തൊരു കാഞ്ഞിരന്തറയുണ്ട്. ഇപ്പോഴും എനിക്ക് ആ ആൽമരത്തെ ഓർമ്മ വരും. ഇവിടെ വന്നപ്പോൾ ആൽമരം ആദ്യം കണ്ടപ്പോൾ ഞാൻ പറയും അവിടെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിലോട്ട് കയറി നോക്കിയില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ തന്നെയല്ല. ഫുൾ പൈസ കൊടുത്ത് അഡ്വാൻസ് രജിസ്റ്റർ ചെയ്തു. വൈത്തിരി വില്ലേജ് നിലവിൽ വയനാട്ടിലെ ഏറ്റവും തിരക്കേറിയ റിസോർട്ടായി മാറിയിരിക്കുന്നു. NK മുഹമ്മദിന്റെ ദീർഘവീക്ഷണവും നിശ്ചയദാർഢ്യവുമാണ് അതിന് ചടുലത പകർന്നത്. അങ്ങനെ കോളേജും റിസോർട്ടും മൾട്ടിപ്ലക്സും ഹോസ്പിറ്റാലിറ്റിയിലെ മറ്റ് സംരംഭങ്ങളുമൊക്കെയായി രാജ്യത്തിനകത്തും പുറത്തും സജീവ സാന്നിധ്യമാകുന്ന മുഹമ്മദ് പുതുതലമുറയ്ക്ക് മാതൃകയാകുമ്പോൾ വാർത്തയിലും വിശേഷങ്ങളിലും അദ്ദേഹം നിറസാന്നിധ്യമാകുകയാണ്. അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങളും കുറവല്ല. ടൂറിസം രംഗത്തെ അന്താരാഷ്ട്ര പുരസ്കാരം മുതൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വരെ അതിൽപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ദർശനങ്ങളും പുതുതലമുറയ്ക്ക് പ്രചോദനമാകുന്നുവെന്നാണ് സഹപ്രവർത്തകർ അടിവരയിട്ട് പറയുന്നത്. അന്ന് അദ്ദേഹം ഇവിടെ മല കയറി വരുമ്പോൾ ഇവിടെ അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കും തോറും ആ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ഹോട്ടലിൽ ഈ റിസോർട്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ ഒരുപാട് തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് ഫ്രം നമ്മുടെ സപ്ലയേഴ്സ്, അതേപോലെ തന്നെ ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ ലോക്കൽ ഷോപ്സ്, ഇവിടെ വരുന്ന ഇപ്പോൾ ഈ റിസോർട്ടിൽ എങ്ങനെ പോയാലും ഒരേ സമയത്ത് 600 ഗസ്റ്റുകളുണ്ടാവും. ഇപ്പോൾ ഈ 600 ഗസ്റ്റുകൾക്ക് തന്നെ എത്ര കാർ, ടാക്സി, എത്ര വെഹിക്കിളുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ റിസോർട്ടിൽ നിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെല്ലാം ഈ ലോക്കൽ എക്കണോമീനെ വളരെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ അദ്ദേഹം കാലത്ത് മോർണിംഗിൽ എഴുന്നേറ്റ് റൗണ്ട് ചെയ്യും, കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കും. നേച്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സ്ഥാപനമാണത്. അതുപോലെ തന്നെ വൈകിട്ട് പുള്ളിയുടെ റൗണ്ട്സ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ വലിയ വലിയ എക്സ്പീരിയൻസുകളുടെ ഒരു ചെറിയ കാര്യങ്ങൾ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ട് കടന്ന് പോകുന്ന ഒരാളാണ് പുള്ളി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബുക്ക് വായന ഒരു ഹോബിയാണ്. ഒരുപാട് ബുക്കുകൾ വായിക്കും. വൈകി ഒരുപാട് ന്യൂസുകൾ പുള്ളി മോണിറ്റർ ചെയ്യും. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ശ്രീ NK മുഹമ്മദ് സാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റിയാണ്. അദ്ദേഹമാണ് 1995 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സ്ഥാപിച്ചത്. ആ കാലത്ത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വളരെയധികം ധൈര്യം വേണം. ഒരു ധൈര്യവും അതേപോലെ തന്നെ അതിന് പണം മുടക്കാനും ഇവിടെയുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഒരു വിദ്യാഭ്യാസ സൗകര്യം, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ഒരു വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തെ നമ്മൾ എത്ര പ്രവർത്തിച്ചാൽ മതിയല്ല. അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിയേറ്ററാണ്. ഇതിന് മുമ്പ് ഞങ്ങൾക്ക് കോഴിക്കോട് കടവ് റിസോർട്ടുണ്ടായിരുന്നു, ഇപ്പം വൈത്തിരി വില്ലേജ് റിസോർട്ടുണ്ട്. അത്രയും ധൈര്യത്തോടുകൂടി അത്രയും പല സ്ഥലത്തു നിന്നും ലോൺ എടുത്തിട്ടായാലും അദ്ദേഹം പണം മുടക്കി അത് ഈ രീതിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് സമ്മതിച്ച് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ അംഗീകാരങ്ങൾ എത്തുമ്പോഴും മുഹമ്മദ് തൻ്റെ വീക്ഷണം പുതുതലമുറയിലേക്ക് കൂടി എത്തിക്കുകയാണ്. കൊച്ചുമകൻ നദീം അഷ്റഫിനെ കോളേജിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനൊപ്പം എങ്ങനെ സമൂഹത്തിനും പ്രകൃതിക്കും ഇണങ്ങുന്ന വഴി തിരഞ്ഞെടുക്കണമെന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഈ പെർസെവിയറൻസ്. ഈ എന്തൊരു കഷ്ടപ്പാട് വന്നാലും എങ്ങനെ അത് ഏറ്റെടുക്കും, എങ്ങനെ അത് നമുക്ക് അതിന് മുന്നോട്ട് പോവാം. അതൊക്കെ നമുക്ക് എത്ര ബുക്ക് പഠിച്ചാലും എത്ര കോഴ്സ് പഠിച്ചാലും അത് നമുക്ക് കിട്ടില്ല.
വല്യപ്പാടെ കാര്യം പറഞ്ഞാൽ കുറേ കഷ്ടപ്പാടും കുറേ പ്രാവശ്യം ഈ പെർസെവിയറൻസ് ഞാൻ കണ്ടു. അതിനാണ് ഞാൻ പഠിച്ചത്. പിന്നെ അതുകൂടാതെ എങ്ങനെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്നു, എങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു ബിസിനസ് ആവശ്യമാണെങ്കിലും ഒരു പേഴ്സണൽ ആവശ്യമാണെങ്കിലും അവരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, ഇതൊക്കെ ഞാൻ വല്യപ്പാടെ അടുത്തുനിന്ന് കണ്ടിട്ടാണ് പഠിച്ചത്. പുള്ളി ഞാൻ ചെറുതാവുമ്പോഴും ഒരു 2006 അന്നൊക്കെ എനിക്ക് 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോൾ പുള്ളിയുടെ കൂടെ നമ്മളെ പണ്ട് കടവ് റിസോർട്ട് ഉണ്ടായിരുന്നു, അവിടെ പോയി കൂടെ ഇരുന്ന് അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്, ഹോസ്പിറ്റാലിറ്റി എന്നുള്ളത്. 80 പിന്നിട്ടെങ്കിലും പദ്ധതികളിൽ നിന്നും പിന്നോട്ടില്ല എന്ന തീരുമാനത്തിലാണ് മുഹമ്മദ്. കൂടുതൽ പ്രോജക്റ്റുകൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൈസൂരിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന 1500 കോടി രൂപയുടെ പ്രോജക്റ്റ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭമായി മാറുകയാണ്. എൻ്റെ ദൗത്യം പൂർത്തിയായിട്ടില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഐ ആം ഏജിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏജിങ് ഒരു പ്രശ്നമല്ല. നമ്മൾ കടമ ചെയ്യുക, അത് വിജയിക്കോ തോൽക്കോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ കടമ ചെയ്യും, നമ്മൾ ദൈവം തന്ന സമയം ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ നമ്മളെ ഇപ്പോൾ ആരും ക്യൂ നിൽക്കണ്ട, മരണത്തിന് ആരും ക്യൂ നിൽക്കണ്ടല്ലോ. ഒരേ ഒരു സംഗതി ക്യൂ ആണ്, എല്ലായിടത്തും ക്യൂ നിൽക്കണം. കളക്ടറെ കാണാൻ പോകണം, ക്യൂ നിൽക്കണം. വില്ലേജ് ഓഫീസ് കാണാൻ ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ റേഷൻ കാർഡിന് പോയാൽ ക്യൂ നിൽക്കണം, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ക്യൂ നിൽക്കണം. ഇപ്പോൾ അത് കണ്ടല്ലോ, ഇവിടെ മരണത്തിന് ക്യൂ ഇല്ലല്ലോ, ആരെ വേണമെങ്കിലും വിളിക്കുക. രാവേറെ ചെല്ലുമ്പോഴും പുതിയ കാര്യങ്ങളും ചെയ്ത തീരുമാനങ്ങളും ഒന്നുകൂടി പരിശോധിക്കുകയാണ് മുഹമ്മദ്. സസ്യാഹാര പ്രിയനും അല്പാഹാരിയുമായി ഏറെ പണികൾ ചെയ്തു തീർക്കാനാണ് താല്പര്യം, ജീവിതാവസാനം വരെ. ജീവിതം പഠിപ്പിച്ച തന്നെ ഒന്നേ ഉള്ളൂ. നമ്മളെ പഠിപ്പിച്ച ജീവിതം എന്ന് വെച്ചാൽ ആരും വെറുപ്പിക്കാതിരിക്കുക, ആരായിട്ടും വഴക്കൂടാതിരിക്കുക, നമ്മളെ സ്വന്തം കാര്യം നോക്കുക, ആരും സഹായിക്കാനില്ലാന്ന് വിചാരിക്കുക. നമ്മളെ സഹായിക്കാൻ ആളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തീരുമാനിക്കും. നമ്മളാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. നമ്മളെപ്പോഴും ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞ് ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ മരണപ്പെട്ടു പോയി. ഇനി അങ്ങനത്തെ സുഹൃത്തുക്കളൊന്നും കിട്ടില്ല. അതേമാതിരി രാമൻകുട്ടി മോനൊക്കെ ഉള്ള ആൾക്കാർ, അവരൊന്നും ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല അങ്ങനത്തെ സുഹൃത്തുക്കൾ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും പണ്ടത്തെ മാതിരിയല്ല, പൈസ. ഇന്നത്തെ ലോകം അങ്ങനെ ആയിപ്പോയി. പണ്ട് അങ്ങനെയല്ല. ഒരു കാരണവർ വീട്ടിലുണ്ടെങ്കിൽ അയാളെ റെസ്പെക്റ്റ്, കാരണവർ നമ്മൾ അത് ബഹുമാനമൊന്നും ഇപ്പോൾ ഇല്ല ആൾക്കാർക്ക്. ഒന്നാമത്തെ ഈ കാലം മാറി, യുഗം മാറി. നമുക്കിപ്പോൾ നമ്മൾ തന്നെയുള്ളൂ എന്നുള്ള വിചാരം എനിക്കുള്ളൂ. വേറെ ആരെയും സഹായം ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കേരളത്തിൻ്റെ ഗ്രാമഭംഗിയിൽ നിന്ന് ഉയർകൊണ്ട് രാജ്യം കടന്നു വളർന്ന ഈ ദക്ഷിണശാലിക്ക് വിശ്രമമില്ല. തണൽ വീണ തൻ്റെ സഞ്ചാര വഴിയിൽ യുവതലമുറയെ കൂടി കൂട്ടി മുന്നോട്ടു പോകാനാണ് താല്പര്യം. ഒപ്പം ചെയ്ത പണികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അറിയിക്കാനും. ആ പദ്ധതികൾ അടുത്ത ഭാഗത്തിൽ.